ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും കമൻറ്റിന് മറുപടിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കമൻറ്റിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ പറയട്ടെ. തംബ്ലൈന് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അതിനുള്ള മറുപടി അയക്കരുത്. തംബ്ലൈൻ്റെ ഉള്ളിൽ എന്താണ് വീഡിയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ തംബ്ലൈന് വായിച്ചിട്ട് അവരുടേതായിട്ടുള്ള ഒരു മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ഇതിനൊക്കെ മറുപടി തരുന്നത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതെ പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോക്ക് കമൻ്റ് ഇടുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മറുപടി തരുന്നത് എന്തിനാണ് എന്നുള്ളതും എന്താണെന്നുള്ളതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോസ് പറഞ്ഞതുപോലെ കുറേ കാലത്തിന് ശേഷം ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെ കമൻറ്റുകളാണ് ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താ സംറ എന്തുവാടി എന്താ പൊലക്കുന്നോ പൊലക്കുന്ന എനിക്ക് മനസ്സിലായില്ല. ഇത് നിങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ വായിക്കുന്നതിൽ തെറ്റാണ്. എന്തുവാടി പൊലക്കുന്ന, ചിലക്കുന്ന എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പൊലക്കുന്ന എന്ന് എനിക്കറിയില്ല. എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്താന്ന് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മൾ അതിന് മറുപടി പറഞ്ഞിട്ട് കാര്യമല്ല. സുനി വിജയൻ, എന്തു പറ്റി മകളെ കൈയിനു വെട്ടു, മകളെ കയ്യിന് പൊട്ടു സുഖപ്പെട്ടോന്നോ? സുഖപ്പെട്ടോ എന്നാണ് തോന്നുന്നു ഉദ്ദേശിച്ചത്. എനിക്ക് അറിയില്ല. മംഗ്ലീഷും മലയാളവും കൂടിയാണ്. കൈക്ക് എന്താ പറ്റിയെന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. കയ്യിൽ കാക്ക തൂറിയ. നാമിയാണ് മറുപടി കൊടുത്തത്. കയ്യിൽ കാക്ക തൂറിയതാണ്. അതെ, കാക്ക തൂറിയതാ. ഒരു കാക്ക. ആ കാക്കക്ക് പേരില്ല. കമന്റ് നന്നായിട്ട് പോയിപ്പോയി. അപ്പം കയ്യിലെന്ത് പറ്റിയതാന്നുള്ള മറുപടിയും കിട്ടിയല്ലോ. ദിവ്യ ബിനു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇവൾ കൈ മുറിക്കുന്നത് കണ്ണൻ്റെ പേരും പറഞ്ഞാണെങ്കിലും അല്ലാത്ത സത്യം ഇവളുടെ അരുണേട്ടനുമായി ഉടക്കുമ്പോൾ ആണെന്ന് തോന്നുന്നു. ഇവൾ തീരെ തിരിഞ്ഞു നോക്കാത്ത ആകുമ്പോൾ അവൾ ഇതങ്ങു ചെയ്യും. ഒന്നുകിൽ അന്ന് തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം. അവനിങ്ങെത്തും ഗൈസ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ അതാണ് അങ്ങനെയാണ് എന്ന്. അപ്പോൾ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കണ്ണൻ്റെ പേരിലാണ് പറഞ്ഞ് കൈ മുറിക്കുന്നതെങ്കിലും അതല്ല സത്യാവസ്ഥ. അരുൺ ഇവിടുന്ന് പോയത് കൊണ്ടാണ് ഞാൻ കൈ മുറിക്കുന്നത് എന്നും ഞാൻ കൈ മുറിച്ച് കഴിഞ്ഞാൽ അന്നോ പിറ്റേന്നോ ആയിട്ട് അവൻ ഇവിടെ വരുമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരുന്ന ആളോട് ജസ്റ്റ് ഇതാ ഇവിടെ പെറ്റി കിടക്കുന്ന ഒരുത്തന് വേണ്ടിയിട്ട് കൈ മുറിക്കേണ്ട ഒരാവശ്യം എനിക്കില്ല. ഇവിടെ പെറ്റി കിടക്കുക. കുട്ടിയുടെ നൂലുകെട്ട് നാളെ മറ്റന്നാളാണ്. അപ്പം ഇവിടെ പെറ്റി കിടക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നാത്തിന് കോപ്രായം കാണിക്കണം കേട്ടോ? നൂലുകെട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ടുണ്ടാവും. ഞാൻ വിളിക്കുന്നുണ്ട്.
അവർക്ക് കല്യാണം വേണല്ലോ. മനസ്സിലായില്ല. ഈ പെണ്ണി മുസ്ലിം ആണോ? പേര് ജസ്ന ആണോ? എൻ്റെ പേര് ജസ്ന എന്നാണ്. എന്താ റംലി സർവീസ് എന്നോ? എൻ്റെ പേര് ജസ്ന എന്നാണ്. ഞാൻ മുസ്ലിം അല്ല, ഞാൻ മനുഷ്യനാണ് കേട്ടോ. അത് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. മുസ്ലിം അല്ല, മനുഷ്യനാണ്. മുസ്ലിം ആണെന്ന് നിങ്ങളൊക്കെ പറയുന്നതായിരിക്കും, മുസ്ലിം നാമധാരിയുടെ പേരാണെന്നൊക്കെ നിങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പക്ഷേ മുസ്ലിം അല്ല, ഞാൻ മനുഷ്യനാണ്. മതമേ ഇല്ല. ആ ഒരു തന്നെ അയച്ചതാട്ടോ. ഇവന് എന്നാണ് ഭർത്താവല്ലേ. ഇരിപ്പും ഭാവവും കണ്ടപ്പം ഭർത്താവ് ആണെന്ന് കരുതി. ഇത് പിന്നെ ആർ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഭർത്താവ് എവിടെ? ഭർത്താവ് ചത്തുപോയി. ഉണ്ടാക്കാനാ? ഒരു ഫോണിൻ്റെ അകത്ത്, ഒരു സ്ക്രീനിൻ്റെ അകത്ത് ഒരു മനുഷ്യർക്ക് ഇരിക്കാനുള്ള, എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ. ആ ഗ്യാപ്പിൽ വേണം നമ്മൾ ഇരിക്കാൻ. പിന്നെ വേറൊരാൾ ഇരിക്കുമ്പോൾ നമ്മൾ അത് തൊട്ടടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ദൂരത്ത് വെച്ചിട്ട് വേണം നമുക്ക് സംസാരിക്കാൻ. എനിക്ക് അങ്ങനെ ദൂരത്ത് നിന്ന്, അടുത്ത് നിന്നിട്ട് തന്നെ വായിക്കാൻ കിട്ടുന്നില്ല, പിന്നെ ആ ദൂരത്ത്. പിന്നെ എൻ്റെ ഭർത്താവ് എവിടെയോ ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവ് ചിലപ്പോൾ എന്നെ ഉപേക്ഷിച്ചതാവാം, ചിലപ്പം പുറത്ത് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജോലിക്ക് പോയതാവാം, ചിലപ്പം മരിച്ചു പോയതായിരിക്കാം. അങ്ങനെ പല 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 കാര്യങ്ങളുണ്ടായേക്കാം. അത് എൻ്റെ സ്വന്തം കാര്യമാണ്. അത് നിങ്ങൾ നോക്കേണ്ട ഒരാവശ്യവും ഇല്ല കേട്ടോ. നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് ഞാൻ ചിലവിന് വരാത്തിടത്തോളം കാലം നിങ്ങളിതൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് ചിലവിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചോദിക്കാം, എന്നോട് ചോദിക്കാം. നിൻ്റെ ഭർത്താവ് എവിടെ? നീ ആരുടെ കൂടെ ഇരുന്ന് വീഡിയോ ചെയ്തു? നീ എവിടെ പോയി? നീ എന്ത് ചെയ്തു? എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ ആരുടെയും വീടിൻ്റെ പടിക്കൽ വരാത്തിടത്തോളം കാലം ഇതൊന്നും അറിയേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. എന്നിട്ടും മറുപടി ഞാൻ തന്നല്ലോ. മുജീബ് റഹ്മാൻ, ഡി മുജീബ്, ബും ഡി ഡ്രിങ്ക് എന്നോ? മനസ്സിലായില്ല. മുജീബ് തന്നെ, ഡി മുജീബ്. ഓനെന്താ പ്രാന്താണോ? പിന്നെയും മുജീബ് റഹ്മാൻ തന്നെ, ഒരു ഹാർട്ട്. അവിടെ പാത്തുമ്മ, നല്ല ബ്രദറും നല്ല സിസ്റ്ററും. താങ്ക് യു. ഒരു സിസ്റ്ററുടെ മുന്നിൽ ഒരു കല്യാണം പോലും കഴിക്കാത്ത ചെക്കൻ ഇമ്മാതിരി തെമ്മാടിത്തരം പറയുന്നുവെങ്കിൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പവിത്രത. ഫാത്തിമ, നിന്റെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ മറ്റൊരുത്തം തോന്നിവാസം പറയുമ്പോൾ നിന്റെ ആങ്ങള ചിലപ്പം എന്തായിരിക്കും ചെയ്യാന്നറിയോ? സൂപ്പറടാ, നീ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമാണ് നീ പറഞ്ഞത് എന്നായിരിക്കും ഒരുപക്ഷെ നിന്റെ ആങ്ങള പറയുക. പക്ഷേ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊന്നും അങ്ങനെയല്ല പറയുക. അതിന് ചുട്ട മറുപടി തിരിച്ച് നല്ല അസലായിട്ട് അങ്ങ് കൊടുക്കാനും അവർക്കറിയാം കേട്ടോ. പാത്തുമ്മ, നല്ല കസിൻ സിസ്റ്ററും ആ മക്കൾ കേൾക്കുന്നില്ലേ ഇത്തരം തെമ്മാടിത്തരം പറയുന്നത്? എൻ്റെ മക്കൾക്ക് ചെവിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എൻ്റെ മക്കൾ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങളൊക്കെ എഴുതുന്ന അത്ര തെമ്മാടിത്തരമൊന്നും ഞങ്ങളാരും പറയുന്നില്ല. നീയൊക്കെ എഴുതി വിടുന്ന തെമ്മാടിത്തരത്തിൻ്റെ അത്രയൊന്നും ഞങ്ങളാരും പറയുന്നില്ല. അവർ നല്ല പെർഫെക്റ്റ് കസിൻസ് ആണെന്ന് കിട്ടി. അതെ, പെർഫെക്റ്റ് കസിൻസ് തന്നെയാണ്. ആദ്യം എന്നെയും അരുണിനെയും ആയിരുന്നു പേരിൽ കേട്ടൽ. ഇപ്പം ആ തുമ്പീനെ അവളുടെ കസിനെയാണ് പേരിൽ കേട്ടിൽ. സലീമിന് എന്തായാലും ഭർത്താവ് ഉദ്യോഗം മതി, ബാക്കി ഇവന് ആയിക്കോട്ടെ. എടോ ഫാത്തിമ, നീ എന്തിനാടോ എൻ്റെ കാര്യത്തിൽ ടെൻഷനാവുന്നത്? ഞാൻ നിൻ്റെ കുടുംബക്കാരിയാണോ? ഞാൻ നിൻ്റെ കൂട്ടുകാരിയാണോ? ഞാൻ നിൻ്റെ അയൽവക്കക്കാരിയാണോ? ഞാൻ നിന്നെ കണ്ട് പരിചയം പോലും ഇല്ല. പിന്നെ നീ എന്തിനാ ഇതൊക്കെ ഓർത്ത് ടെൻഷനാവുന്നത്?
സലീം ഭർത്താവ് ഉദ്യോഗം നടത്തുകയോ അരുണ് സഹോദരൻ ഉദ്യോഗം നടത്തുകയോ എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ല കേട്ടോ. റഹ്മത്ത് ഹായ് അയച്ചിട്ടുണ്ട്. ഫഹദ് മുഹമ്മദ് മുഴുത്ത തെറി പറയാനാണോ ലൈവിൽ വരുന്നത്? മുഴുത്ത തെറി പറയാനാണോ ലൈവിൽ വരുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ലൈവ് എപ്പോഴാണോ നമ്മൾ ഇടുന്നത് ആ സമയത്ത് മാത്രമേ ഓരോരുത്തരിടുന്ന കമൻറ്റുകൾ അതിൽ വരുള്ളൂ. ഐഫോണിൽ അങ്ങനെയാണ്, ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ രണ്ടും ഐഫോണാണുള്ളത്. അതുകൊണ്ട് ഐഫോണിൽ അങ്ങനെയാണ്, ആൻഡ്രോയിഡിലത്തെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഇങ്ങോട്ട് ചളി വാരി എറിയുമ്പം അങ്ങോട്ട് സ്വർണം വാരി എറിയാൻ ഉള്ള തറവാട്ടിലുള്ള ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ തെറി വിളിച്ചാൽ തിരിച്ച് തെറി വിളിക്കാൻ ഞങ്ങൾക്കും അറിയാം. അത്രേ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഈ പറയുന്ന ഫഹദിൻ്റെ ഈ പറഞ്ഞ പെങ്ങളെ ഒരാൾ തെറി വിളിക്കുമ്പോൾ ഈ ഫാത്തിമനോട് ചോദിച്ചാൽ നീ ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് സൂപ്പർ ബ്രോ എന്ന് പറയുമോ? അത് ചിന്തിക്കണേ. പിന്നെ ഷെജുവ ഒരു മറ്റേ നമ്മൾ കണ്ണൊക്കെ തട്ടാതിരിക്കാനുള്ള ഒരു ഇത് ഇട്ടിട്ടുണ്ട്, മറ്റേ ചെകുത്താൻ്റെ. അത് ഞങ്ങൾക്ക് ചിലപ്പോൾ ദൃഷ്ടി പതിയാതിരിക്കാനായിരിക്കും. താങ്ക് യു. ജുനൈദ് തമ്പും കൊടുത്തിട്ടുണ്ട്, കുറച്ച് തീ പുകയും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സരിത മക്കളെ സ്കൂളിലെ ഡ്രൈവർ എങ്ങനെ ബ്രോ ആവുന്നു? എൻ്റെ മക്കളെ സ്കൂളിലെ ഡ്രൈവർ ഒരു കിളവനായിട്ടുള്ളൊരു ചങ്ങായിയാണ്. അയാൾ എങ്ങനെ ബ്രോ ആവുന്നുള്ളത് എനിക്കറിയുന്ന കേസല്ല, അത് അവരോട് ചോദിക്കും. പിന്നെ പല കമൻറ്റും അല്ല, ഏതൊരു ഷാജി വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ മോൻ്റെ സ്കൂളിലത്തെ ഡ്രൈവറാണ്. എൻ്റെ മോന് പഠിച്ചിരിക്കുന്നത് ഗോകുലം പബ്ലിക് സ്കൂളിലാണ്, പിന്നെ ഇവിടെ കോമത്തുകര സ്കൂളിലാണ്. അതൊക്കെ ഞാൻ കൊണ്ടുവരികയും ചെയ്യുന്നതാണ്. ഇപ്പം വേറെ സ്കൂളിലാണ്. അത് അവൻ ലൈൻ ബസ്സിന് പോലുമാണ്. അവിടെ എവിടെയാണ് ഇവർക്ക് ബസ്സിലെ ഡ്രൈവറായിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഇനി അതിനുള്ള ഉത്തരവും കൂടി ഇവർ തന്നെ തരണം കേട്ടോ. ഷഫീന ഹായ് അയച്ചിട്ടുണ്ട്. ഷഫീന വീണ്ടും ഹായ് അയച്ചിട്ടുണ്ട്. സുമയ്യ നൗഷാദ് ഹായ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമൻറ്റിന് മറുപടിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഇതിലിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഫാത്തിമയാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാത്തിമയും സ്കോർ ചെയ്തിരിക്കുന്നത്, വേറൊരാളും സ്കോർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ കൈമുറിച്ച കഥ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഇപ്പം ഈ ഒരു വീഡിയോൻ്റെ അകത്ത് സ്കോർ ചെയ്ത് കിടക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. ഇവനൊരു ലൈവിൽ തിരിച്ച് മറുപടി, ആ ലൈവ് മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ പറയുന്ന തംബ്ലൈൻ ഏതോ ആ ഒരു വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെയുള്ള വ്യക്തമായിട്ടുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഏതായാലും ഇവിടെ പെറ്റ് കിടക്കുന്ന ഒരുത്തന് വേണ്ടിയിട്ട് കൈമുറിക്കേണ്ട എനിക്കൊരാവശ്യവും ഇല്ല എന്നുള്ളതും, അതേപോലെ ഫാത്തിമനോട് ഭർത്താവ് ഉദ്യോഗമാണോ ഭാര്യ ഉദ്യോഗമാണോ നയിക്കുന്നത് എന്ന് നീ നോക്കേണ്ട, നിൻ്റെ ആവശ്യകതയും ഇല്ല എന്നുള്ളതും നീ ചിന്തിക്കുക. അപ്പോൾ ഇത്ര മാത്രമേ ഈ വീഡിയോ ഉള്ളൂ. എനിക്ക് പുറത്ത് പോകാനുണ്ട്, അതിനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ മെല്ലെ പോട്ടെ, എനിക്ക് സമയം വൈകും. അപ്പോൾ ജസ്റ്റ് ഇന്നലെയും ഞാൻ ഒറ്റ വീഡിയോസും പോസ്റ്റ് ചെയ്തിട്ടില്ല. വീഡിയോ പോസ്റ്റ് ചെയ്തില്ലേ യൂട്യൂബ് മുതലാളിക്ക് എന്നോട് ദേഷ്യമാണ്. അപ്പോൾ ആ ദേഷ്യം മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇന്നൊക്കെ പോകുന്ന വീഡിയോസ് ഞാൻ എടുക്കുന്നില്ല, സർപ്രൈസ് ആയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ഇത്രയും പെട്ടെന്ന് ഇട്ടോളൂ. എന്ത് തന്നെ ആയാലും തിരിച്ച് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ്. കേൾക്കാൻ നിങ്ങളും തയ്യാറായിരിക്കണം. ഓക്കെ, ടാറ്റാ.